നമസ്കാരം. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലേ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് അറിയാത്തവർക്ക് ഇതിൻ്റെ പേര് ലക്കി ബാമ്പു. അതായത് നമ്മുടെ ഭാഗ്യം കൊണ്ടുവരുന്ന ചെടി എന്ന പേരിൽ ഫേമസ് ആയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിന് ആ ഒരു രീതിയിൽ ട്രഡീഷനിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ചൈനീസുകാരാണ്. അവർക്ക് ഇതിൻ്റെ ഓരോ കമ്പ് വെക്കുന്നതിനും ഓരോ വിശ്വാസം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്ക അവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്കറിയാം ബാംബൂവിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 2-3 എനിക്കൊരു 3 വെറൈറ്റിയോളം എൻ്റെ കയ്യിലുണ്ടാവും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ കുറേ നാളായി ഈ ഒരു പോട്ടിന് ഞാൻ റൂമിൻ്റെ അകത്ത് തന്നെ വെക്കുന്നുണ്ട്. അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിൽ കൂടിയും മണ്ണിൽ വെക്കുമ്പോഴാണ് കേട്ടോ അതിന് കൃത്യമായിട്ട് ആ ലീഫിൻ്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക. ഇതിൽ തന്നെ ഒരു 3 വെറൈറ്റിയോളം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കെയറിങ്ങോ പ്രൊപ്പഗേഷനോ അങ്ങനത്തെ ഒന്നുമല്ല. മറിച്ച് ചൈനീസ് ട്രഡീഷൻ്റെ ആ ഒരു ബിലീഫ് ഉണ്ട്. ഓരോ കമ്പ് വെച്ചാലും എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു ഡീറ്റെയിൽസ് പറയാമെന്ന് കരുതി. അപ്പം ഇതിൻ്റെ ഒരു കമ്പ് വെക്കുകയാണെങ്കിൽ സത്യം, പ്രതിബദ്ധത അതൊക്കെയാണ് കേട്ടോ. ഒരു കമ്പ് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ 2 കമ്പാണെങ്കിൽ സ്നേഹമാണ്. 3 കമ്പാണെങ്കിൽ സന്തോഷം, അതുപോലെ സമ്പത്ത്, ദീർഘായുസ്സൊക്കെയാണ്. ഇനി 5 കമ്പാണെങ്കിൽ സമാധാനം, ഐക്യം, ശക്തി, ബാലൻസ് ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. 6 വെക്കുകയാണെങ്കിൽ ഗുഡ് ലക്കും അതുപോലെ വെൽത്തും ഉണ്ടാകും. 7 ആണെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രണയം, സ്നേഹം, ഒരുമ, സന്തോഷം ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. 8 ആണെങ്കിൽ ആരോഗ്യം. 9 ആണെങ്കിൽ ഗ്രേറ്റ് ലക്ക് എന്നാണ് പറയുക. ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത് 9 കമ്പ് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ 21 കമ്പ് വെക്കുകയാണെങ്കിൽ പവർഫുൾ ബ്ലെസ്സിങ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. ഞാനിതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പം എനിക്ക് 1 മുതൽ 9 വരെ പിന്നെ 21 ഇത്രയും സംഖ്യകളെ കുറിച്ചിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കമ്പുകൾ വെക്കുന്നതിനെ പറ്റിയിട്ട്. പിന്നെ അതിൽ എടുത്തു പറയേണ്ടത് 4 കമ്പുകളാണ്. 4 കമ്പ് അവർ തീർത്തും അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം 4 കമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെത്താണ്, അതായത് മരണം. നിങ്ങൾ 4 കമ്പ് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ മരണം ആഗ്രഹിക്കുന്നത് എന്നാണ് അവരുടെ ഒരു വിശ്വാസം കേട്ടോ. അതുകൊണ്ട് 4 കംപ്ലീറ്റ് ആയിട്ട് അവർ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഈ ഒരു ലക്കി ബാമ്പു കുറച്ചധികം കാലത്തോളമായില്ലേ നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ട്. എൻ്റെ ഒരു ചെറുപ്പം മുതലേ ഞാൻ ഇതിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം കണ്ടിട്ടുള്ളത് ഇതുപോലെ കുഞ്ഞു ബൗളിൽ ഇങ്ങനെ കുറേ നിറയെ കുഞ്ഞു കുഞ്ഞു കമ്പ് അടുക്കി വെച്ചിട്ട് റിബണിൽ കെട്ടിയിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നതൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇത് ഫസ്റ്റ് ടൈം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്രാജുവലി കുറേ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മഞ്ഞയാവാനൊക്കെ തുടങ്ങിയപ്പോൾ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മണ്ണിൽ നട്ടു കൊടുത്തു. മണ്ണിൽ നട്ടു നോക്കുമ്പോൾ ഡ്രാസ്റ്റിക് ചേഞ്ചസ് എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ നല്ല രീതിയിൽ വൈൽഡായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി, നല്ല ഹൈറ്റിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് അമ്മ പോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നതും ഭൂരിഭാഗവും ഞാൻ എൻ്റെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കി ഇടുന്നതാണ് കേട്ടോ. ഏതാണ്ട് ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ടാവും. എല്ലാ പ്ലാന്റ്സും അല്ല, എൻ്റെ കയ്യിൽ ഇത് ഞാൻ വളർത്തിയെടുക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊരു ഇൻഡോർ പ്ലാന്റ് ലവേഴ്സിൻ്റെ കയ്യിൽ മസ്റ്റായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും. കാരണം ഔട്ട്ഡോറും ഇൻഡോറും ഒരേപോലെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഇത് കൂടുതലും ഇൻഡോറായി വെക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ആ ഒരു ബിലീഫിൽ തന്നെയാണ്. ഇത് നല്ലതാണ് വീടിൻ്റെ അകത്ത് വെച്ചാൽ, സെൻട്രൽ ഹാളിൽ വരുന്ന സ്ഥലത്ത്, അതുപോലെ ടേബിൾ ടോപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, പൂജാ റൂമിൽ വെച്ചാൽ നല്ലതാണ്. ഇങ്ങനെയൊക്കെ ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ചെടി പിന്നെ പോരാത്തതിന് ഇത് ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലേ, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ വളർത്തുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഏരിയ എയർ പ്യൂരിഫയറാണ്. നമുക്കറിയാം പ്ലാന്റ്സ് എപ്പോഴും എയർ പ്യൂരിഫയറാണ്. അപ്പോൾ എന്തുകൊണ്ടും അത് നമുക്ക് നല്ലതേ ചെയ്യുള്ളൂ. നമ്മൾ പ്ലാന്റ്സിനെ വളർത്തുകയാണെങ്കിൽ അതിനെ കെയർ ചെയ്യുന്നത് മൈൻഡ് നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാക്കും. നല്ലൊരു പോസിറ്റീവായിരിക്കും മൈൻഡൊക്കെ. മോർണിംഗ് വൈബിൽ ഈ പ്ലാന്റ്സിനൊക്കെ നോക്കാനും ചെറുതായിട്ട് അതിൽ മിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, വെള്ളമൊക്കെ കൊടുക്കുന്ന സമയത്തും അതിങ്ങനെ കാണാനും സൂര്യപ്രകാശമൊക്കെ തട്ടുമ്പോൾ അല്ല അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേറെ തന്നെ ഒരു ഫീലാണ്. നേച്ചറിനോട് ഒരുപാട് ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലും അത് നല്ല ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു കാര്യം. അതൊക്കെ നമ്മുടെ ലൈഫിൽ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് കൊണ്ടുവരിക. സ്വാഭാവികമായിട്ടും അത്തരം മോർണിംഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ആയിരിക്കും എന്ത് കാര്യം ചെയ്യാനായാലും. പുറമേ ഇതുപോലുള്ള മിത്തൊക്കെ കൊണ്ടുപോയി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തായാലും ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലൊന്നും എന്തായാലും നിർത്താൻ പോണില്ല.
സ്വാഭാവികമായിട്ടും അത് കൂടിക്കൂടി വരികയേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ ഓരോ കമ്പ് വെക്കുമ്പോഴും എന്താ പറയുക, സന്തോഷമായാലും സ്നേഹമായാലും ആ ഒരു ഭാഗ്യങ്ങളായാലും കൂടിക്കൂടി വരുന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു റൂൾസിൽ പറയുന്നില്ലേ അല്ലേ? അപ്പം അതൊക്കെ തന്നെയായിരിക്കും അവരും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ആ, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അങ്ങനെ കൂടുതലാരും സംസാരിച്ച് കേട്ടില്ല. അതുകൊണ്ട് ഞാൻ കരുതി ചെറിയൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.